നമുക്ക് കണ്ണ് വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിരുന്നാൽ കൂടി നോർമലി നമ്മൾ കണ്ണ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മിസ്സായി പോകുന്ന ചില ഷേപ്പുകളുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാനും ആദ്യമൊക്കെ കണ്ണ് വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിലൊരു ഷേപ്പ് ഉണ്ടാവുമല്ലോ, അത് ഏകദേശം 2 ആർക്കുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കിട്ടുന്ന ടോപ്പിലൊരു ആർക്ക് ഇങ്ങനെ വരച്ചു, താഴെ ഒരു ആർക്ക് ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഇവിടെ നമ്മുടെ ഈ ഷേപ്പിൽ നമ്മൾ വരയ്ക്കും. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കും. പക്ഷേ നമ്മൾ ഈ വരയ്ക്കുന്ന ടോട്ടൽ ഷേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് എല്ലായ്പ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. ജനറൽ ഷേപ്പ് ശരിക്കും ഇങ്ങനെയല്ല. അപ്പം ഇങ്ങനെ വരച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇഷ്യൂ വരുന്നത്. പിന്നെ കൃഷ്ണമണിക്ക് എത്ര കറക്റ്റ് ഷേപ്പിൽ വരച്ചാലും നമ്മുടെ ചിത്രം, നമ്മുടെ കണ്ണ് റിയലിസ്റ്റിക് ആയിട്ട് തോന്നില്ല. ഇതൊരു കാർട്ടൂൺ ഷേപ്പിൽ തന്നെ കണ്ണിൻ്റെ എത്ര ഡീറ്റെയിലും കൊടുത്താലും, നമ്മുടെ ഐബ്രോസൊക്കെ എത്ര വരച്ചാലും ഈ ടോട്ടൽ ഷേപ്പ് കറക്റ്റ് ആക്കാത്തത് കൊണ്ട് തന്നെ എത്ര വരച്ചാലും അത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ടോട്ടൽ കറക്റ്റായിട്ടുള്ള ഷേപ്പ്, എങ്ങനെയാണ് വരയ്ക്കുക എന്ന് ഞാൻ ഒരു റിയൽ ഡെമോൺസ്ട്രേഷൻ വഴി ഞാൻ കാണിച്ചു തരാം. ഹായ്, നമ്മുടെ ചാനലിൽ നമ്മൾ പലതവണ കണ്ണ് വരയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ തവണ കണ്ണ് വരയ്ക്കുമ്പോഴും ഞാൻ മുമ്പ് വരച്ചതിനേക്കാളും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ണ് വരയ്ക്കുന്ന വീഡിയോ ആണ്. ഇനി ഞാൻ അധികം ഇൻട്രോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരും പേപ്പറും പെൻസിലൊക്കെ എടുത്ത് റെഡി ആയിരുന്നു. നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കണ്ണിൻ്റെ. ഈ ഒരു ഫോട്ടോ നോക്കിയിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഇത് നേരെ വെച്ചെടുത്ത ഫോട്ടോ അല്ല, ചെറുതായിട്ട് ഒരു സൈഡിലേക്ക് നോക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഷേപ്പിൽ, ടോട്ടൽ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ് വ്യത്യാസം, ആ വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, കണ്ണ് പലതരത്തിൽ വരയ്ക്കാം കേട്ടോ. ചിലർ കൃഷ്ണമണി വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും, ചിലർ ഈ മെയിൻ ഷേപ്പ് വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ കൃഷ്ണമണി വരച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കൃഷ്ണമണി വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃഷ്ണമണിയുടെ ഷേപ്പ് നോക്കുക. കറക്റ്റ് സർക്കിളാണോ അതോ ഒരു ഓവൽ ഷേപ്പാണോ നോക്കുക. അപ്പോൾ ഇത് ഒരു സൈഡിലോട്ട് നോക്കുന്ന, ഏകദേശം ഒരു സൈഡിലോട്ട് നോക്കുന്ന ഒരു കണ്ണായതുകൊണ്ട് തന്നെ ഇതിലൊരു കറക്റ്റ് സർക്കിൾ ഷേപ്പ് അല്ല, ചെറുതായിട്ടൊരു ഓവൽ ഷേപ്പ്. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? ചെറുതായിട്ടൊരു ഓവൽ ഷേപ്പിലോട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതേ കറക്റ്റ് ഷേപ്പിൽ, ആ സൈസിൽ കൃഷ്ണമണി വരയ്ക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ റെഫറൻസ് പിക്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയൊരു ഓവൽ ഷേപ്പ്, ഒരുപാടില്ല, ചെറുതായിട്ടൊരു ഓവൽ ഷേപ്പാണുള്ളത്. നിങ്ങളിത് വളരെ ലൈറ്റായിട്ട് വരച്ചാൽ മതി. ഞാൻ എപ്പോഴും ക്യാമറയിൽ കാണാനായിട്ട് എപ്പോഴും ഡാർക്കായിട്ടാണ് നമ്മുടെ ചാനലിൽ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഔട്ട്ലൈൻ ഇടാറ്. നിങ്ങൾ എപ്പോഴും ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ഇടാനായിട്ട് നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മിസ്സാക്കി പോകുന്ന മൈന്യൂട്ട് ഷേപ്പുകൾ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ വെറുതെ സർക്കിളായിട്ട് വരച്ചിരുന്ന സംഭവം നമ്മളിവിടെ നോക്കിയപ്പോൾ ഓവൽ ഷേപ്പ് എന്ന് മനസ്സിലാക്കി. ഏകദേശം ആ ഒരു ഓവൽ ഷേപ്പ് നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ കൃഷ്ണമണി വരച്ചു. ഇനി ടോപ്പിലുള്ള ഐലിഡ്, ടോപ്പ് ലിഡ് എന്ന് പറയും. ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കുക. ഈ ഒരു ഷേപ്പ് എങ്ങനെയാണ്, ഇങ്ങനെ ഏകദേശം ഇവിടെ വരെ, കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ടോപ്പ് വരെ ഏകദേശം അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ചെറുതായിട്ടൊരു വളവുള്ളൂ, പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ പോയിൻ്റ് എവിടെയാണെന്ന് നോക്കണം. ഈ പോയിൻ്റ് ഇവിടെ നിന്ന് ഇത്ര ദൂരെ, ഏകദേശം കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഏകദേശം മിഡിലൂടെയാണ് പോകുന്നത് അല്ലേ. ഈ ഒരു പോയിൻ്റ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ മിഡിൽ നിന്നും ഏകദേശം ഈ ഒരു ദൂരത്താണ് ആ പോയിൻ്റ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റും. സെയിം പോലെ അങ്ങോട്ടേക്ക് എത്തിച്ചു. അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നോക്കുക, ഇവിടെയാണ് കണ്ണിൻ്റെ കൃഷ്ണമണി കുറച്ച് ഭാഗം മൂടിപ്പോയിട്ടുണ്ട്, ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ടോപ്പിലല്ല, ഈ ഒരു ഭാഗത്താണ്. കണ്ടോ? നമ്മൾ മുൻപ് വിചാരിച്ചിരുന്ന ഷേപ്പ് ഇങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്, ഇങ്ങനെ റാ പോലെയാണെന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ മനസ്സിലായി ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ മൂടിപ്പോയി. ഇവിടെ വരെ ഞാൻ വരച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെ വരച്ചിരിക്കുന്നത്. ഇത്ര വരച്ച് കംപ്ലീറ്റ് ആക്കുക. ഇനി വീണ്ടും നമ്മുടെ റെഫറൻസ് പിക്ചർ നോക്കുക. റെഫറൻസ് പിക്ചർ നോക്കുമ്പോൾ ഇവിടെ മുതൽ താഴത്തേക്ക് ഒരു കർവാണ്. കണ്ടോ? നല്ല രീതിയിൽ വളഞ്ഞിട്ട് വരുന്നുണ്ട്, ഇങ്ങനെ താഴത്തോട്ട് വളഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് താഴത്തോട്ട് വളച്ച് വരയ്ക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴത്തോട്ട് ഇങ്ങനെ വളച്ച് വരയ്ക്കാം. ഇത് ഏകദേശം മിഡിലെത്തുന്ന സമയത്താണ് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോപ്പ് ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷേപ്പ് കണ്ടോ, നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ സിമ്പിളായിട്ട്. ആ ഒരു ഷേപ്പ് വരയ്ക്കാം. അതിനെ ടിയർ ഡക്റ്റ് എന്നാണ് പറയുക. ടിയർ ഡക്റ്റ് എന്നാണ് ഈ ഒരു ഭാഗത്തെ പറയുക. അതിൻ്റെ ഷേപ്പ് നോക്കി നമ്മൾ വരയ്ക്കുന്നുണ്ട്.
ഇനി താഴത്തെ കണ്ണിൻ്റെ പോർഷൻ വരയ്ക്കുമ്പോൾ നോക്കിയേ, താഴെ നമ്മൾ മുൻപ് ഞാൻ നേരത്തെ A4 പേപ്പറിൽ വരച്ച് കാണിച്ച പോലെ തന്നെ ഇങ്ങനെ ഒരു ലാർജ് കർവ് പോലത്തെ ഷേപ്പാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ഭാഗവും ഈ ഒരു പോയിന്റും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ നിങ്ങൾ? ഈ ഒരു ഭാഗം ഇതിനേക്കാളും മുകളിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ താഴത്തോട്ടുള്ള കർവോട്ട് വരയ്ക്കണ്ടേ. ചിലപ്പോൾ നമ്മൾ മിസ്റ്റേക്കായിട്ട് ഇങ്ങനെ മുകളിലോട്ട് വരയ്ക്കും, അതൊക്കെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഈ പിക്ചർ നോക്കുന്ന സമയത്ത് താഴത്തോട്ട് വരുന്നത് കണ്ടോ. അപ്പം ഇങ്ങനെയാണ് പിക്ചർ ഒബ്സർവ് ചെയ്ത് ചിത്രങ്ങൾ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഇവിടെയായിട്ട് അത് എൻഡ് ചെയ്യണം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുന്നു. ഇതെല്ലാം റഫ് ലൈൻസ് ആട്ടോ, ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് വരയ്ക്കാനായിട്ട് നോക്കുക. ഇവിടെ എത്തി ടീറഡക്റ്റിൻ്റെ അവിടെ എത്തുമ്പോഴാണ് ചെറുതായിട്ടൊന്ന് മുകളിലോട്ടത് പൊന്തുന്നത്. ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് മുകളിലോട്ടൊന്ന് പൊന്തി ടീറഡക്റ്റിൻ്റെ അവിടെ ഇതൊന്നും കൂടി ഞാൻ ഷേപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ? അപ്പോൾ കണ്ണിൻ്റെ കറക്റ്റ് ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. എന്നിട്ട് ഒരു വട്ടം കൂടി ഒബ്സർവ് ചെയ്യുക. ഈ ലെങ്ത്തൊക്കെ കൃത്യമാണെന്ന് ഏകദേശം നോക്കുക. എനിക്ക് ഒന്ന് കുറച്ച് ലെങ്ത്ത് ഞാൻ വരച്ചപ്പോൾ കൂടി പോയിട്ടുണ്ട്. അതങ്ങനെയാണെങ്കിൽ ഇറേസ് ചെയ്ത് വീണ്ടും കറക്റ്റ് ചെയ്ത് വരയ്ക്കാം നമുക്ക്. നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോസ് കാണുന്ന ആർട്ട് ലവേഴ്സിന് ഞാൻ ഒരു ഗിഫ്റ്റും കൂടി തരികയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതായത് നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും പോസ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഡ്രോ ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ അതൊന്ന് എളുപ്പമാക്കാനായിട്ട് ഞാൻ ഡ്രോയിങ്ങിൽ ചെയ്യുന്ന പല സ്റ്റെപ്പുകൾ ഫോട്ടോ എടുത്ത് അതൊരു ബ്ലോഗ് സ്റ്റൈലിൽ എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ റെഫറൻസ് പിക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡബിൾ ആയിട്ട് വെബ്സൈറ്റിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതേ ട്യൂട്ടോറിയൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോട്ടോസ് ആക്സസ് ചെയ്യാനും നമ്മുടെ റെഫറൻസ് പിക്ചർ ഡൗൺലോഡ് ചെയ്യാനും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഡ്രോയിങ് പഠിക്കാനും സാധിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗിഫ്റ്റായിട്ട് നിങ്ങൾ കണക്കാക്കുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അങ്ങനെ നമ്മുടെ ഓവറോൾ ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. കണ്ടോ എന്ത് നീറ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റിയത്. ഇനി നമുക്ക് കണ്ണിൻ്റെ അകത്തുള്ള ഈ കറുത്ത റൗണ്ട് വരയ്ക്കാം. അതിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കുക. അതും കറക്റ്റ് സർക്കിൾ ഷേപ്പ് അല്ല, അതും ചെറുതായിട്ടൊരു ഓവൽ ഷേപ്പാണ്. അത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കണ്ണിൻ്റെ മുകളിലത്തെ ടോപ്പ് ഐലിഡും ബോട്ടം ഐലിഡിനും ചെറിയൊരു കട്ടിയുണ്ട്. അത് പേപ്പർ പോലെ കട്ടിയുള്ളൊരു സാധനമല്ല, ചെറുതായിട്ട് കുറച്ച് കൂടുതൽ കട്ടിയുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കിന്ന് ഇവിടെ വിസിബിൾ ആയിരിക്കും. കണ്ടോ, മുകളിലത്തെയും താഴത്തെയും സ്കിന്ന് ഇവിടെയായിട്ട് വിസിബിൾ ആണ്. അത് പലപ്പോഴും നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അത് മിസ്സാക്കാറുണ്ട്. സോ ആ സ്കിന്ന് വരയ്ക്കണം. ഒരു ലൈനും കൂടി ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ആ സ്കിൻ ആക്ച്വലി വിസിബിൾ അല്ല, ഇവിടെ എത്തുന്ന സമയത്താണ് സ്കിൻ വിസിബിൾ ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കേണ്ടി വരും. കണ്ടോ എത്രത്തോളം ഡീറ്റെയിലിംഗ് ആണ് നമുക്ക് മുൻപൊക്കെ മിസ്സായിട്ടുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ മുമ്പ് വരച്ചിരുന്നപ്പോഴും ഇതൊക്കെ മിസ്സാക്കിയിട്ടുണ്ട്. കൂടുതൽ നോക്കുമ്പോഴാണ്, ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്കിതെല്ലാം പഠിക്കാൻ പറ്റുക. അപ്പം അങ്ങനെ ആ ഒരു ടോപ്പ് ഐലിഡിൻ്റെ കട്ടിയുള്ള ഒരു പോർഷൻ നമുക്ക് കിട്ടി. ഇനി ബോട്ടം ഐലിഡ് നോക്കുക. കണ്ടോ, ബോട്ടം ഐലിഡിനും താഴെ ഇത്രയും കട്ടിയുണ്ട്, ഇത്രയും കനത്തിലാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ആ ലൈനും കൂടി വരയ്ക്കണം. ആ ലൈൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. വരച്ചിട്ടുണ്ട്. ഇനി മുകളിലത്തെ ഐലിഡിൻ്റെ ആ ചുളിവ്, ഇവിടെയായിട്ട് ചുളിവിൻ്റെ ഷേപ്പും കൂടി നിങ്ങൾ നോക്കുക. ചുളിവിൻ്റെ ഷേപ്പ് വെറുതെ ഒരു കർവ് മാത്രമല്ല, ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. കണ്ടോ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അതുപോലെ വരയ്ക്കുക. പിന്നെ ഏകദേശം കുറച്ച് ദൂരം സ്ട്രൈറ്റ് ആയിട്ട് അത് സ്ട്രൈറ്റ് ആയിട്ട് പോവുക. പിന്നെ താഴത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ താഴത്തോട്ട് ചുളിഞ്ഞങ്ങനെ വരും. യെസ്. ഇനി താഴെ വലിയ ചുളിവില്ല, ജസ്റ്റ് ചെറിയ ചുളിവ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിടുന്നേ ഉള്ളൂ. ഇനി ഒന്നും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്യുക, എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ എന്ന് നോക്കുക. എനിക്ക് ഈ ഒരു ഷേപ്പ് ഒന്നും കൂടി കറക്റ്റ് ആക്കാനുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് വരയ്ക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കുക, എവിടെ എൻഡ് ചെയ്യണമെന്ന് നോക്കുക, ടോട്ടൽ ഷേപ്പ് നോക്കുക. അപ്പോൾ ഏറ്റവും ബെറ്റർ ആദ്യം ഈ ബോട്ടം ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് കണ്ടോ, ഈ ഒരു പോയിൻറ്റിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം താഴത്തോട്ട് ഇറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റിൻ്റെ ഇവിടെയായിട്ട് നമുക്കത് മാർക്ക് ചെയ്യാം. കുറച്ചും കൂടി താഴത്തോട്ട് ഇറങ്ങും. കണ്ടോ ഇവിടെ. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കാൻ നോക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു പോയിൻ്റ്, ആ ഒരു ലൈൻ കിട്ടി. ഇനി നോക്കുക, ഇത് ചെരിഞ്ഞിട്ടിരിക്കുന്നത് കണ്ടോ,
ആ ചെരിവും ആ ഷേപ്പൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇത് ചെരിഞ്ഞിട്ടിരിക്കുന്നത് ഏകദേശം ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിനോട് ഏകദേശം ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ടോപ്പിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇത് എവിടെ നിന്നൊട്ട വളവ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർണറിൻ്റെ ഈ ഒരു ഭാഗം മുതൽ ചെറുതായിട്ടൊന്ന് വളഞ്ഞു താഴത്തോട്ട്, ഈ ഒരു കോർണറിൻ്റെ ഇവിടെ മുതൽ ചെറുതായിട്ടൊന്ന് താഴത്തോട്ടൊന്ന് വളഞ്ഞു. ഇനി ഇത്രയും ഗ്യാപ്പ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഞാൻ നോക്കിയ സമയത്ത് ഏകദേശം ഞാൻ വരച്ച അത്രയും ഗ്യാപ്പില്ല. നമുക്കൊന്ന് ആ ഗ്യാപ്പ് ഒന്ന് ഒരു പൊടിക്കൊന്ന് കുറച്ചെടുക്കാം. യെസ്, അപ്പോൾ ആ ഷേപ്പ് നമുക്ക് കിട്ടി. കണ്ടോ, എത്ര മൈന്യൂട്ട് ഷേപ്പുകൾ നമ്മൾ നോക്കി വരയ്ക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഷേപ്പ് നമുക്ക് കിട്ടി, ഇവിടെ വരെ എത്തി. ഇനി ഇത് മുകളിലത്തെ ഷേപ്പ്, അത് ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും. മുകളിലത്തെ ഷേപ്പ് അതിൻ്റെ കട്ടി എന്താണ് അത് നോക്കി മുകളിലത്തെ ഷേപ്പ് വരയ്ക്കുക. നമ്മൾ ആ ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒത്തു നോക്കുക, കറക്റ്റാണെന്ന് നോക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ വരച്ച ഐബ്രോ ചെറുതായിട്ട് ഒരു പൊടിക്കൊന്ന് കയറിപ്പോയിട്ടുണ്ടെന്നുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മടിക്കാതെ തന്നെ ഇറേസ് ചെയ്ത് വീണ്ടും വരയ്ക്കണം. കണ്ടോ, നമ്മൾ പലപ്പോഴും നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ വരുത്തുന്ന മിസ്റ്റേക്സ് ഒക്കെ എഡിറ്റ് ചെയ്ത് കളയാറുണ്ട്. നമ്മൾ പലപ്പോഴും പലതവണ മാച്ചിട്ടൊക്കെ വരയ്ക്കുന്നത്, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഇറേസ് ചെയ്ത് വീണ്ടും തിരുത്തി വരയ്ക്കണോണ്ട് മടിയൊന്നും വിചാരിക്കേണ്ട. കാരണം നമ്മൾ ഷെയ്ഡിങ്ങിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ആ സ്കെച്ചിങ് പെർഫെക്റ്റ് ആയിരിക്കണം, എന്നാലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ചിലർ വിചാരിക്കും ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ബെറ്റർ ആക്കുമെന്ന് വിചാരിക്കും. പക്ഷേ സ്കെച്ചിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഷെയ്ഡിങ്ങിലേക്ക് പോകുന്ന സമയത്ത് എത്ര ശ്രമിച്ചാലും ബെറ്റർ ആക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് ലാസ്റ്റ് എത്തും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഇറേസ് ചെയ്തിട്ട് തന്നെ അതുപോലെ കറക്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് പതിയെ ബെറ്ററായി വരുന്നു മാത്രമേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ഏകദേശം ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു കണ്ണ് വരയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഐലാഷസ് ഒക്കെ വരയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, അത് ഷെയ്ഡിങ് പ്രോസസ്സിൽ വരയ്ക്കണമായിരിക്കും നല്ലത്. ഇപ്പോഴേ തന്നെ വരച്ചിട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മുകളിലൊക്കെ ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ ഐലാഷസ് എല്ലാം വരയ്ക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എൻ്റെ ഒരു സജഷനാണ്. ഇതിൻ്റെ ഷെയ്ഡിങ് വീഡിയോ വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഹൗ ടു ഡ്രോ വീഡിയോ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. കഴിഞ്ഞ തവണ നമ്മൾ ഹൗ ടു ഡ്രോ ഹാൻഡ് എന്ന വീഡിയോ ആണ് ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്തത് ഹൗ ടു ഡ്രോ ഐ എന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതെല്ലാം ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ടോപ്പിക്സുകൾ കമൻറ്റ് ചെയ്യുക. അത് നമ്മുടെ ഹൗ ടു ഡ്രോ സീരീസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.